ഹായ് ഫ്രണ്ട്സ്, ബൂലി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ഡി ക്യു എൽ കമാൻഡാണ് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചത്. ഡി ക്യു എൽ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ക്വറിയിങ് ലാംഗ്വേജ്. ആ കമാൻഡ് യൂസ് ചെയ്ത് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ബിക്വറിയിൽ ഡാറ്റ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ബിക്വറിയിലും അതേപോലെ തന്നെ SQL-ലും നമുക്ക് DDL കമാൻഡ് ഉണ്ട്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് കമാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ DML കമാൻഡ് ഉണ്ട്, ഡാറ്റ മോഡിഫിക്കേഷൻ ലാംഗ്വേജ് കമാൻഡ് ഉണ്ട്. ഈ രണ്ട് കമാൻഡുകൾ വെച്ചിട്ട് ഇത് നമുക്ക് ഡാറ്റ അനാലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. കാരണം അവർ ടേബിൾ ക്രിയേറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. എല്ലാം കോപ്പിയിൽ വെച്ചിട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടേബിളിലുള്ള ഡാറ്റ നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഇതെന്താണെന്നൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഡാറ്റനെ കുറിച്ച് കൂടുതൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ DDL കമാൻഡും DML കമാൻഡൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തത് MySQL ആണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ആദ്യം ഒരു ഡാറ്റാബേസ് വേണം. അപ്പോൾ അത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്രിയേറ്റ് എന്നിട്ട് എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസാണ്. ഡാറ്റാബേസ് ഓൾറെഡി നമ്മൾ ഡാറ്റ അടിക്കുമ്പോൾ തന്നെ വരും സജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റിന് അടിക്കുക, പിന്നെ ഡാറ്റാബേസ് എന്ന് എഴുതുക. ശേഷം നമ്മൾ അതിൻ്റെ നെയിം കൊടുക്കുക. ഞാനിവിടെ പേര് കൊടുക്കുന്നത് ന്യൂ _ ഡാറ്റാബേസ്. ഓക്കെ, എന്നിട്ട് സെമിക്കോളൻ ഇടുക. എന്നിട്ട് സെമിക്കോളൻ ഇട്ടതിന് ശേഷം ഇത് സെലക്ട് ചെയ്ത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇതാണ് എക്സിക്യൂട്ട് ചെയ്ത്. അപ്പോൾ ഇതിൽ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഇതാക്കിയാൽ വേണ്ടി ഈ ഔട്ട്പുട്ട് നോക്കിക്കോളും. കൊണ്ടാണ്ടില്ല രണ്ടാമത്തത് ക്രിയേറ്റ് ഡാറ്റാബേസ് ന്യൂ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇത് ഇവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്കീമാസ് എന്നുള്ളൊരു പോർഷൻ കണ്ടോ, ഇത്ര ഏരിയ. ഈ ഏരിയയിൽ ഉണ്ടല്ലോ, സ്കീമാസ് എന്നുള്ള ഏരിയ. ഇത് ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് ഉണ്ടായത്. അപ്പോൾ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് റീഫ്രഷ് ചെയ്യുക. ഇവിടെ കണ്ടോ സ്കീമാസ് റീഫ്രഷിൻ്റെ ചിഹ്നം. ആ റീഫ്രഷ് ചെയ്തപ്പോൾ എന്നിട്ട് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം ഡാറ്റാബേസാണ് നമ്മൾ കൊടുത്തത്. ന്യൂ ഡാറ്റാബേസ് ഇതാ കണ്ടോ, ഇത് കണ്ടില്ല, ഇതാ മാർക്ക് ചെയ്ത് കാണിക്കുക. ഇതാണ് നമ്മൾ ന്യൂ ഡാറ്റാബേസ്. ന്യൂ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടായത് ന്യൂ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് അതിലെന്തൊക്കെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ന്യൂ ഡാറ്റാബേസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ടാകും, ഡാറ്റ ടേബിൾ ഉണ്ടാവും, വ്യൂ ഉണ്ടാകും, സോർട്ട് പ്രൊസീജിയർ ഉണ്ടാകും, ഫംഗ്ഷൻ ഉണ്ടാകും. എത്ര സാധനങ്ങൾ ഇതിലുണ്ടാവും ഡാറ്റാബേസിൽ. പക്ഷേ ഞാൻ ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് സെലക്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതിനർത്ഥം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തില്ല. ഇവിടെ ഞാൻ വ്യൂസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഞാനൊരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഇവിടെ ഓൾറെഡി ഈ ന്യൂ ഡാറ്റാബേസ് എന്നുള്ള ഡാറ്റാബേസ് മാത്രമൊന്നുമല്ല, ഒരുപാട് ഡാറ്റാബേസുകളുണ്ട്. ഓക്കെ, പിസ്സാർട്ട് ഉണ്ട്, പിന്നെ MyDB ഉണ്ട്, മൈബൂനി, മൈബാവോ, അങ്ങനെ കുറേ സംഭവങ്ങളുള്ള ഡാറ്റാബേസ് ഉണ്ട്. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്
ഈ ന്യൂ ഡാറ്റാബേസ്. ഇനി ഈ ഡാറ്റാബേസിൽ ഇനി അടുത്തതായിട്ട് ഞാൻ ന്യൂ ഡാറ്റാബേസിലേക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ പറയാണ് MySQL ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിൽ യൂസ് ന്യൂ ഡാറ്റാബേസ് യൂസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് സെമിക്കോളൻ ഇടുക. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ്. ഇത് യൂസ് ന്യൂ ഡാറ്റാബേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂ ഡാറ്റാബേസിൽ ന്യൂ ഡാറ്റാബേസിന് ഉപയോഗിച്ച് ന്യൂ ഡാറ്റാബേസിൽ ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് യൂസ് ന്യൂ ഡാറ്റാബേസ് കൊടുത്തത്. ക്രിയേറ്റ് സ്പേസ് ഇടുക. എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ടേബിളാണ്. ഓക്കെ, ടേബിൾ. എന്ത് ടേബിൾ എന്നുള്ളതിന് എന്ത് ടേബിളിൻ്റെ നെയിം എന്താണ് കൊടുക്കേണ്ടത്, അതാണ് നെക്സ്റ്റ് ടേബിൾ. ക്രിയേറ്റ് ടേബിൾ എന്ന് കൊടുത്തതിന് ശേഷം എൻ്റെ നെയിം എഴുതണം. ഞാനിവിടെ കസ്റ്റമർ എന്നുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിലെന്തെല്ലാം വേണ്ടത് അത് അതിൽ കൊടുക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഫസ്റ്റത്തെ കോളം ID ഇൻറ്റിജർ ആണ്. ID എന്നുള്ള ഒരു കോളം നെയിം, അതിൽ ഇൻറ്റിജർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ID എന്നുള്ള കോളം നമുക്കറിയാം, പ്രൈമറി കീ ഒക്കെ ഉണ്ടല്ലോ, ഫോറിൻ കീ പ്രൈമറി. ഇത് പ്രൈമറി കീ ആണ്. ഈ ID എന്നുള്ള കോളം ഓട്ടോ ഇൻക്രിമെൻ്റ് ആകണം. ഉദ്ദേശിക്കുന്നത് ഡാറ്റ ആഡ് ചെയ്യുമ്പോൾ ഓരോന്ന് അതിൻ്റെ ID 1, 2, 3 ഏതാണോ ലാസ്റ്റ് സ്റ്റോർ ചെയ്ത നമ്പർ അതിന് ശേഷമുള്ള നമ്പർ വരണം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ID = ഓട്ടോ ഇൻക്രിമെൻ്റ്. ഈ ഓട്ടോ ഇൻക്രിമെൻ്റ് ID-നെ എന്താക്കുന്നത്, ഞാൻ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക. പ്രൈമറി സ്പേസ് കീ. ഓക്കെ, എന്നിട്ട് കോമ ഇടുക. അപ്പോൾ ഫസ്റ്റത്തെ ടേബിളിലെ ഫസ്റ്റ് കോളം ഇവിടെ ക്രിയേറ്റ് ചെയ്ത്. ഇനി രണ്ടാമത്തെ കോളം എനിക്ക് വേണ്ടത് ഫസ്റ്റ് നെയിമാണ്. ഫസ്റ്റ് നെയിം ഇത് ടേബിളിൻ്റെ കോളം നെയിമാണ്. ഫസ്റ്റ് നെയിം സ്പേസ് ഇടുക. പിന്നെ എത്ര ക്യാരക്ടർ അവിടെ വരണം എന്നാണ്. അപ്പോൾ ഇതിൽ വാർക്കാർ എന്ന് പറഞ്ഞാൽ വാർക്കാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ എത്ര ക്യാരക്ടറാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏകദേശം ഫസ്റ്റ് നെയിമിൽ ഞാനൊരു 30 ക്യാരക്ടർ കൊടുക്കുക. അപ്പോൾ 30 ക്യാരക്ടർ. ഓക്കെ, 30 ക്യാരക്ടർ ഫിക്സഡ് ആണ്. മാക്സിമം 30 ക്യാരക്ടർ വരെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനോടുള്ള ഉപകാരം എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ 30 ക്യാരക്ടർ ആണെങ്കിൽ 30 ക്യാരക്ടറിൻ്റെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ മെമ്മറി നമുക്ക് ലാഭം കിട്ടും. ഓക്കെ, ദെൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്താണ്, കാലിയാക്കി വിടാൻ പറ്റില്ല ഈ ടേബിൾ. ഓക്കെ, അപ്പോൾ അതിന് നോട്ട് നൾ എന്ന് കൊടുക്കാം. കാലിയാക്കി ഇടാതിരിക്കാൻ നോട്ട് നൾ. ഓക്കെ, ദെൻ കോമ. നെക്സ്റ്റ് ലാസ്റ്റ് നെയിം. നെക്സ്റ്റ് ടേബിളിലെ മൂന്നാമത്തെ കോളം നെയിം ലാസ്റ്റ് നെയിമാണ്. ലാസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സ്പേസ്. ഇവിടെ ഞാൻ വാർക്കാർ തന്നെ കൊടുക്കുന്നത്. വാർക്കാർ ഇതൊരു 30 തന്നെ കൊടുക്കുന്നത്. ഓക്കെ, ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റിൽ വാർക്കാറിന് വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ എത്ര ക്യാരക്ടർ വേണ്ടി ക്യാരക്ടർ ചെയ്ത് അവിടെ 30 കൊടുത്ത് ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതും എന്താക്കാൻ പറ്റില്ല, നോട്ട് നൾ എന്ന് കൊടുക്കാം. കാലിയാക്കിയിട്ട് അവിടെ നള്ളെന്ന് വരും. ഓക്കെ, ദെൻ നോട്ട് നൾ പറഞ്ഞാൽ കാലിയാക്കിയിടാൻ പറ്റില്ല ടേബിള്. പിന്നെ നെക്സ്റ്റ് കോളം എനിക്ക് വേണ്ടിയത് ഏജ് എന്നുള്ള കോളാണ് വേണ്ടത്.
ഏജിൻ്റെ ടൈപ്പ് ഇൻറ്റിജർ ടൈപ്പാണ്. ഇൻറ്റിജർ ടൈപ്പ് പറഞ്ഞാൽ ഏജ് അറിയാം 1, 2, 3 അങ്ങനെയുള്ള ഏജ് വരില്ല. അപ്പോൾ ഇൻറ്റിജർ ടൈപ്പ് ഏജ് ഇൻറ്റ് നോട്ട്. ഇനി ഞാൻ വേറെ ഇതിലൊരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഏജ് 18 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരുടെ ഏജ് മാത്രമാണെങ്കിൽ ഈ ടേബിളിലേക്ക് എൻ്റർ ചെയ്താൽ മതി. അപ്പം അങ്ങനെ എനിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുന്ന ടേബിളിന് ഇത് ഏജ് 18 വയസ്സിൻ്റെ മുകളിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെക്ക് കൊടുക്കുന്നു. ചെക്ക് എഴുതിയിട്ട് ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ദെൻ ക്ലോസ് ചെയ്യുക. അങ്ങനെ ക്ലോസ് ചെയ്താൽ ഇപ്പോൾ ഇതിലേക്ക് എഴുതുന്ന ഏജ് 18 മുകളിലാണെങ്കിൽ മാത്രമേ ഇതിൽ റിട്ടേൺ ചെയ്യുള്ളൂ. ഓക്കെ, ടേബിൾ. ദെൻ കോമഡ. നെക്സ്റ്റ് എനിക്ക് വേണ്ടത് ജെൻഡറാണ്. അപ്പോൾ ജെൻഡർ ഓക്കെ, ജെൻഡറിന് കൊടുത്ത് ഇനി ജെൻഡർ സാധാരണ നമ്മൾ എന്തൊക്കെ ഇതിൽ മെയിൽ ഫീമെയിൽ. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സംഭവം ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള വരുമല്ലോ. നമ്മൾ ഒരു ഉദാഹരണത്തിൽ ഇപ്പോൾ ഒരു ഈ ടേബിളിൽ മെയിൽ ഓർ ഫീമെയിൽ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ഇവിടെ മെയിൽ എന്ന് വരും, അല്ലെങ്കിൽ അടുത്തതിൽ ഫീമെയിൽ എഫ് എന്ന് വരും. അപ്പോൾ അതിന് ഏതാണോ സെലക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതായിരിക്കും ആ ടേബിൾ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പുതിയ ഒരു ഇനം. അതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനം എഴുതുക. ഓക്കെ, വേണ്ട ഇനം ENUM ഇനം. എന്നിട്ട് ഇനത്തിൽ എന്തൊക്കെ വരേണ്ടതെന്ന് എഴുതണം. അങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ സിംഗിൾ സെമിക്കോളൺ ഇടുക. സിംഗിൾ സെമിക്കോളൻ്റെ ഉള്ളിൽ ഇനം എന്ന് എഴുതുക. സെമിക്കോളൺ ക്ലോസ് ചെയ്യുക. കോമ. ഫീമെയിൽ ആണെങ്കിൽ സിംഗിൾ സെമിക്കോളൺ. ദെൻ എഫ് ചെയ്ത് ക്ലോസ് ചെയ്യുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് കിട്ടി. എന്നിട്ട് അവസാനം സാധാ കോമഡ അടിക്കുക. ഓക്കെ, ഏജ് ജെൻഡറായി. ഇനി ഫോൺ നമ്പർ. നെക്സ്റ്റ് കോളം നെയിം ഫോൺ നമ്പറാണ്. ഞാൻ കൊടുക്കുന്നത് ഇത് ഫോണിൽ ക്യാരക്ടർ ആയിരിക്കും. ഫോണ് ടൈപ്പ് ഏതാണ്, അതിൻ്റെ ടൈപ്പ് എപ്പോഴും നമ്മൾ ആ ടേബിൾ എഴുതുന്ന എൻട്രി എന്ത് ടൈപ്പാണ് എഴുതണം. ഇവിടെ ഞാൻ കെയറിന് എഴുതുന്നു. ഓക്കെ, കെയർ എഴുതി എത്ര ക്യാരക്ടർ കെയറിന് എഴുതി അത് എത്ര എണ്ണം വേണമെന്നുള്ളത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 10. ഓക്കെ, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, യുണീക്ക് ആയിരിക്കണം. യുണീക്ക് നോട്ട് നൾ, ഒഴിവാക്കിയിടാൻ പറ്റില്ല. നോട്ട് നൾ. ഓക്കെ, നള്ളായിട്ട് ഒഴിവാക്കിയിടാൻ പറ്റില്ല. അപ്പോൾ അത് എഴുതി നോട്ട് നള്ളാണ്. ഓക്കെ, യുണീക്ക് നോട്ട് നൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഈ ടേബിൾ ഫ്രീ ആയിട്ട് ഒഴിവാക്കിയിട്ടാൽ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഇമെയിൽ ഐ ഡി ആണ്. അതിന് ഇമെയിൽ ID ഇവിടെ സ്പേസ് ഇടുക. ഇമെയിൽ ID വാർക്കാറാകുമ്പോൾ നമുക്ക് നമ്പറും ക്യാരക്ടറും എല്ലാം വരും, സ്പെഷ്യൽ ക്യാരക്ടർ എല്ലാം വരും. ഓക്കെ, ഒരു 30 ഞാൻ കൊടുക്കുന്നത് ഫിക്സഡ്. ഓക്കെ, ദെൻ കോമഡ
then date of birth DOB, date of birth ഏത് ഫോർമാറ്റാണ്, ഡേറ്റ് എന്നുള്ള ഫോർമാറ്റിലാണ്. ഓക്കെ, ദെൻ കോമ, പിന്നെ അഡ്രസ്സ്. അഡ്രസ്സ് നമുക്ക് ഏതാണ് വാർക്കർ കൊടുക്കുക. വാർക്കർ എത്ര ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്യാം, 100 ക്യാരക്ടർ കൊടുക്കുന്നതാണ് ഫിക്സ്ഡ് ആയിട്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇത്ര സാധനങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കോളംസ് ഏതൊക്കെയാണ് നമ്മൾ മെൻഷൻ ചെയ്ത് അതിൻ്റെ ടൈപ്പ് ഡാറ്റ ഏത് ടൈപ്പാണ് മെൻഷൻ ചെയ്ത്. ഇനി ആ ടേബിൾ ഇത്ര ടേബിൾ മതിയെങ്കിൽ നമുക്ക് ഓപ്പൺ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തില്ലേ, ആ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. ദെൻ അവസാനം ഒരു സെമിക്കോളൻ ഇടുക. എന്നിട്ട് ഇത്ര ഇട്ടിട്ട് ഇത് റൺ ചെയ്താൽ ഫുള്ള് റൺ ആകും. ഫുള്ള് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ദെൻ റൺ ചെയ്യുക. ഓക്കെ, റൺ ചെയ്തപ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ട്. ടേബിൾ ക്രിയേറ്റഡ്, അവിടെ കണ്ടോ ടേബിൾ ക്രിയേറ്റ് ടേബിൾ കസ്റ്റമർ, പിന്നെ അതിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ വന്നു, അത് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടേബിൾ ക്രിയേറ്റ്. അപ്പോൾ ഇനി ആ ടേബിൾ ഇവിടെ വന്നിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് മുമ്പ് നോക്കേണ്ടത് സ്കീമേഴ്സിൽ ആണ് നോക്കേണ്ടത്. സ്കീമേഴ്സ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. എന്നാൽ അവിടെ നേരത്തെ ന്യൂ ഡാറ്റാബേസ് ഇവിടെ ഉണ്ട്. നേരത്തെ ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ എന്നുള്ള ടേബിൾ വന്നിട്ടുണ്ട്. ആ ടേബിൾ എന്തെല്ലാം ഉണ്ട്, നമ്മൾ കൊടുത്ത എല്ലാ സാധനങ്ങളും അവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കസ്റ്റമേഴ്സ്, കോളംസ്, ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ജെൻഡർ, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്. ഓക്കെ, അതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ടേബിൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതവിടെ ടേബിളിൽ വന്ന സാധനങ്ങളും കോളംസൊക്കെ ഇവിടെയും നമുക്ക് കാണാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ആ ടേബിൾ കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ കസ്റ്റമർ എന്നുള്ളതിൻ്റെ നേരെ റൈറ്റിൽ ഇവിടെ ടേബിളിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വരും. അപ്പോൾ ഇതാണ് നമ്മൾ ക്രിയേറ്റഡ് ഡാറ്റാബേസിലെ ടേബിൾ. ഓക്കെ, അതിലെന്തെല്ലാം ഉണ്ട്, ID ഉണ്ട്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ജെൻഡർ, ഫോൺ നമ്പർ, ഇമെയിൽ ID. പക്ഷേ ഇതിലൊന്നും ഒരു ഡാറ്റ നമ്മൾ എൻട്രി ചെയ്തിട്ടില്ല, നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാത്തിലും നല്ലതാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിലേക്ക് എങ്ങനെ ഡാറ്റ എൻട്രി ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി.